Era ഈ റൂൾസ് നടത്തുന്നതിലും ഇതിന് വിജയിച്ച നമ്മുടെ അഡ്രസ് മേക്കിംഗ് അല്ലെങ്കിൽ കവർന്നിട്ട് വിദ്യാർത്ഥി ഇതിനൊന്നും ഇതായിട്ടില്ല. അതിനിപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹൂ. അതായത് അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടും അള്ളാഹിന്റെ ഫദ്ൽ കൊണ്ടും നിങ്ങൾ എന്തായിക്കും സന്തോഷിച്ചു. തഫ്സീറുൽ ജലാലിയിൽ റഹ്മത്തിഹി കൊണ്ടുള്ള ഉദ്ദേശം ഖുർആനിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ റഈസുൽ മുഫസ്സിരീനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ബിറഹ്മത്തിഹി വബിദാലിക കൊണ്ടുള്ള തഫ്സീർ ചെയ്തത് നബീന, അതായത് നബീന്റെ നബീനെ നിങ്ങൾ എന്തായിക്കോ നബീനെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു, അതായത് നിങ്ങൾ എന്തായിക്കോ നബീന്റെ സ്മരണകളും നബീനെ കൊണ്ട് നിങ്ങൾ ആഘോഷിച്ചു അങ്ങനെ ആഘോഷിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ജാമിഉൽ അഹാദീസ് എന്ന ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് എന്ത് കാണാം, ദിക്റുൽ അംബിയാ ഇബാദത്തുൻ വ ദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ. അതായത് ഈ അംബിയാക്കളെ സ്മരിക്കുക എന്നുള്ളത് ഇബാദത്തും പിന്നെ സ്വാലിഹീങ്ങളെ എന്താ സ്മരിക്കുക എന്നുള്ളത് കഫാറത്തുമാണ്. ഈ ഖബർ കെട്ടിപ്പൊക്കുന്നതിന്റെ വിജയം കുറെ ആളിനെ ആരാധനായിട്ട് എടുക്കുന്നുണ്ടല്ലോ. ഈ ഖബർ കെട്ടിപ്പൊക്കാവുന്ന വിഷയത്തിൽ വലിയ ചർച്ചകളുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ഷാഫി മദ്ഹബിൽ പ്രഗൽഭ പണ്ഡിതനായ ഇസ്മായിൽ ഹത്തി റഹ്മത്തുള്ളാഹി അലൈഹി മൂപ്പരുടെ റൗഹുൽ ബയാൻ എന്ന കിതാബിൽ ഒരു വലിയ വിശാലമായ ഫിഖ് ഗ്രന്ഥം, അതിൽ തന്നെ രണ്ടാമത്തെ വാള്യത്തിൽ ഇതിനെ കുറിച്ചിട്ട് ഖബർ സിയാറത്തിനെ കുറിച്ചിട്ട് തന്നെ ഒരു പാരഗ്രാഫ് മുമ്പ് പറയുന്നുണ്ട്. അതിന് വേണ്ടി പറയുന്നുള്ളത് ഈ ഖബർ കെട്ടിപ്പൊക്കുക, ഖബറിന്റെ മുകളിലേക്ക് ഇരിക്കുക, അതുപോലെ ഖബറിന്റെ മുകളിലേക്ക് ജുബ്ബ ഇങ്ങനെ ഇടുക, അതുപോലെ ഖബറിന്റെ പണ്ടത്തെ കാലത്തൊക്കെ ഖബറിന്റെ ഒരു ബാക്ക് ഭാഗത്ത് സൈഡൊക്കെ ആയിട്ട് അവരെ തൽപ്പാന്താക്കും, ഒരു അലങ്കാരത്തിനോട് വെക്കുമായിരുന്നു. അതൊക്കെ വെക്കാന്നാ, അതെല്ലാം വെക്കൽ ജായിസാണെന്നാ. അതുപോലെ ഈ വിളക്ക് കത്തിക്കല് അതൊക്കെ ജായിസ. അത് കാരണം ഈ സാധാ ഖബറുമായിട്ട് ഈ ഉലമാക്കളുടെ ഖബർ എന്തായിക്കോളാ നീങ്ങിച്ചുവിടും, ഒരേ പോലെ അതിനോട് ഉണ്ടാക്കും. ഈ തഅദീമിന്റെ പേരിൽ മാത്രം, അല്ലാണ്ട് തസയ്യിന്റെ പേരിൽ ഇത് ജായിസാവില്ല. ബഹുമാനത്തിന് വേണ്ടി മാത്രം എന്താക്കാം ഇങ്ങനെ കെട്ടിപ്പോക്കാണ്. അപ്പൊ ഈ ദ്വാരക്കുന്നതിന് പറയുന്നത് ഖബറിനെ പോയിട്ട് ദ്വാരക്കുന്നു, അപ്പം അവരുടെ മുന്നത്ത് ഇതാക്കുന്നവരെ നമുക്ക് അപ്പൊ അതിന് ചെയ്യാൻ പാടില്ല പറയുന്നത്. അത് ഖുർആനിൽ തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹിലേക്ക് നിങ്ങൾ എന്തായിക്കോ വഴീനെ തേടിക്കോണം. അതായത് നമ്മളിത് പെട്ട നല്ല നല്ല അമലുകൾ അള്ളാഹിലേക്കുള്ള വഴിയാണ്, അള്ളാഹിലേക്ക് പെട്ടെന്ന് എത്തും. നമ്മൾ നല്ല അമൽ ചെയ്താൽ അള്ളാഹിലേക്ക് പെട്ടെന്ന് എത്തും. ഒരു 3 യുവാക്കൾ എന്താണുണ്ട്, നമുക്ക് എല്ലാം അറിയുന്ന ഒരു കഥയുണ്ട്. 3 യുവാക്കൾ എന്താണ് ഗുഹയിൽ പോയിട്ട് കൊള്ളുകയും 3 ആള് നല്ല നല്ല അമലുകൾ പറഞ്ഞിട്ടാകുമ്പോ ഗുഹയുടെ തൂമുഖം അടിക്കപ്പെട്ട ഒരു പാറക്കല്ല് നീങ്ങി പോകുന്നുണ്ട്. അത് ഓർ ചെയ്ത നല്ല നല്ല അമലുകൾ അള്ളാഹിലേക്ക് അത്ര അടുത്തുണ്ടാവും ആ നല്ല അമലുകൾ. അതേപോലെ നമ്മളിൽ എന്തില്ല വലിയ അമലുകൾ എന്തില്ല. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബയുടെ മുമ്പിൽ ഉയർത്തിയിട്ട് എന്ന് പറയുന്നുണ്ട്, അള്ളാഹുവെ മഴ വർഷിപ്പിക്കാനെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താക്കുന്നുണ്ട്, അള്ളാഹു തആല മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളില് വലിയ അമലുകളൊന്നുമില്ല, നമ്മളിൽ സ്വാലിഹായ അമലുകൾ ആയിട്ടൊന്നുമില്ല, മിസ്കീനുകളാണ്. അപ്പോൾ നബിയിലെ അള്ളാഹിലേക്ക് ഏറ്റവും അടുത്ത സ്വാലിഹാക്കളെല്ലാം ഉണ്ടാവും, ഉലമാക്കൾ ഔലിയാക്കൾ. അപ്പൊ ഓരോ മുമ്പിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഓരോ മുഖേന അള്ളാഹുവിനോട് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടാനുള്ള ചാൻസ് നല്ലോണം കൂടുതലാണ്. ഇൻഷാ അല്ലാഹ്.